ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷമുള്ള നിർണായക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേർന്നു. മണ്ഡലങ്ങളിലെ പാർട്ടിയുടെ ജയസാധ്യതകളും ഭൂരിപക്ഷവും ചർച്ച ചെയ്തുവെന്നാണ് സൂചന. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച യോഗം ചർച്ച ചെയ്തോ എന്ന് വ്യക്തമല്ല. സെക്രട്ടേറിയറ്റിന് ശേഷം LDF കൺവീനർ EP ജയരാജൻ പ്രതികരണത്തിന് തയ്യാറായുമില്ല. വൈകിട്ട് 3:30 സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം EP വിഷയം കാര്യമായി ചർച്ച ചെയ്യുമെന്നാണ് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ സൂചനകളൊന്നും പുറത്തേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. EP അതിനോട് രോഷത്തോടു കൂടി പ്രതികരിക്കുകയും ചെയ്തു. എന്താണ് അറിയാനാകുന്നത്? അശ്മതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം മുമ്പ്, അതായത് 12:15 കൂടിയാണ് അവസാനിച്ചത്. യോഗം അവസാനിച്ച ഉടനെ തന്നെ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജൻ യോഗത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. EP ജയരാജനോട് പ്രതികരണത്തിന് നമ്മൾ തേടിയെങ്കിലും മറുചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് തമാശ രൂപത്തിൽ EP ജയരാജൻ ചെയ്തത്. സാധാരണഗതിയിൽ മാധ്യമങ്ങളോട് എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കാറുള്ള ഒരു പ്രകൃതമുള്ള ആളാണ് EP ജയരാജൻ. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചില്ല എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെയെങ്കിൽ EP ജയരാജന്റെ വിഷയം കമ്മിറ്റിയിൽ ചർച്ചയായോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. ഇനിയും ഇപ്പോൾ കൂടുതൽ നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. മുഖ്യമന്ത്രി, അതുപോലെ സജി ചെറിയാൻ തുടങ്ങിയ ആളുകളാണ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോയത്. A വിജയരാഘവനും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. PK ബിജുവും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തോമസ് ഐസക്കും യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള നേതാക്കൾ ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചയാണ് പ്രധാനമായും ഇന്ന് ഉദ്ദേശിച്ചത്. അത് ചില നേതാക്കൾ, അതായത് EP ജയരാജന്റെ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ തുറന്നു പറച്ചിൽ ചില നേതാക്കൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് യോഗത്തിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടിയിരുന്നത്. ഇനിയിപ്പോൾ ആരൊക്കെ ചർച്ച ചെയ്തു അല്ലെങ്കിൽ ചർച്ച ചെയ്തില്ല എന്ന വിവരം അല്പസമയത്തിനകം അറിയാൻ പറ്റും. പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്നുള്ളത് വൈകിട്ട് 3:30, ഉച്ചയ്ക്ക് ശേഷം 3:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ AKG സെന്ററിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള വാർത്ത. ഇന്നത്തെ യോഗം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ പ്രധാനപ്പെട്ടത് പുറത്തു പറയാൻ പറ്റുന്നത് വിശദീകരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും 2.5 മണിക്കൂറിനകം തന്നെ യോഗം പൂർത്തീകരിച്ചു. ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ വിവരം ഇനി പുറത്തു വരാനുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനം മാത്രമാണോ ചർച്ച ചെയ്തത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് സ്ഥിരീകരിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.